നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും പക്ഷെ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്തതുമായ ചില വസ്തുതകൾ. ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു വലിയ നമസ്കാരം. ഒരു മരത്തിന് കടലിനടിയിൽ വനമുണ്ടാക്കാം. ചില കല്ലുകൾ സ്വയം നീങ്ങും. ചിലർ കരയുമ്പോൾ ചോര വീഴും. ഇതൊക്കെ സയൻസ് ഫിക്ഷനല്ല, റിയൽ ലൈഫാണ്. ഇന്നത്തെ ഈ 10 മിനിറ്റ് യാത്രയിൽ നിങ്ങളുടെ ബ്രെയിനിനെ ഞെട്ടിക്കുന്ന 10 വസ്തുതകൾ ഞാൻ പറഞ്ഞുതരാം. തയ്യാറാണോ? തുടങ്ങാം. പക്ഷേ അതിനു മുമ്പ്, ഇത്തരം അത്ഭുതകരമായ വസ്തുതകൾ എപ്പോഴും ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ഇനി നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വസ്തുത. നിങ്ങൾ വിശ്വസിക്കുമോ? അമേരിക്കയിലെ അലബാമയിൽ സമുദ്രത്തിനടിയിൽ ഒരു വനമുണ്ടെന്ന്. അതെ, ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വനമാണത്. ഇന്നത് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. പക്ഷേ മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. മത്സ്യങ്ങളും മറ്റു ജീവികളും അവിടെ ജീവിക്കുന്നു. ഭൂമിയുടെ ചരിത്രം എത്ര വലുതാണെന്ന് ഇത് കാണിക്കുന്നു. ഇത് കണ്ടിട്ടുണ്ടോ? കമന്റിൽ പറയൂ. രണ്ടാമത്തെ വസ്തുത. നിങ്ങളുടെ ശരീരത്തിലെ ബാക്ടീരിയകളുടെ എണ്ണം നിങ്ങളുടെ ശരീരത്തിലെ മനുഷ്യ കോശങ്ങളെക്കാൾ കൂടുതലാണ്. അതെ, നിങ്ങളിൽ 70% ബാക്ടീരിയയും 30% മനുഷ്യനും. അതായത് നിങ്ങളെന്ന വ്യക്തിയിൽ ഭൂരിഭാഗവും മറ്റു ജീവികളാണ്. ഭയപ്പെടേണ്ട, അവ നല്ലവയാണ്. ദഹനത്തിനും രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. പക്ഷെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു യൂണിവേഴ്സാണ്. ഫാക്ട് 3. സ്വയം നീങ്ങുന്ന കല്ലുകൾ. മൂന്നാമത്തെ വസ്തുത. കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിൽ കല്ലുകൾ സ്വയം നീങ്ങുന്നു. 100 കണക്കിന് കിലോഗ്രാം തൂക്കമുള്ള കല്ലുകൾ 100 കണക്കിന് മീറ്ററുകൾ നീങ്ങുന്നു. ആരും കാണുന്നില്ല, പക്ഷെ അവരുടെ പാടുകൾ അവശേഷിക്കുന്നു. എങ്ങനെ? ഐസും കാറ്റും ചേർന്നുള്ള ഒരു പ്രതിഭാസം. പക്ഷെ ഏറ്റവും രസകരം, ഇതിപ്പോഴും പൂർണ്ണമായി ശാസ്ത്രം വിശദീകരിച്ചിട്ടില്ല. നാലാമത്തെ വസ്തുത. നിങ്ങൾക്ക് ഒരു ദിവസം 21 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. അതാണ് ശുക്രൻ ഗ്രഹത്തിന്റെ കഥ. ശുക്രൻ സൂര്യനെ ഒരു പ്രദക്ഷിണം വയ്ക്കാൻ 225 ഭൂമി ദിവസങ്ങൾ എടുക്കുന്നു. പക്ഷേ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തിരിച്ചു പൂർത്തിയാക്കാൻ 243 ഭൂമി ദിവസങ്ങൾ. അതായത് അവിടെ ഒരു ദിവസം ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുള്ളതാണ്. കൂടാതെ അവിടെ സൂര്യൻ പടിഞ്ഞാറുദിക്കും. എന്തുപറ്റും? അഞ്ചാമത്തെ വസ്തുത. ഒരു പാറ്റയുടെ തല അറുത്ത് കളഞ്ഞാൽ അത് ഇനിയും 15 ദിവസത്തോളം ജീവിക്കും. 15 സെക്കൻഡല്ല, 15 ദിവസം. എങ്ങനെ? പാറ്റകൾ വായിലൂടെ ശ്വസിക്കുന്നില്ല. അവയുടെ ശരീരത്തിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ശ്വസനം. കൂടാതെ അവയുടെ നാഡീവ്യൂഹം വളരെ വ്യാപിച്ചതാണ്. പക്ഷേ ഒടുവിൽ അവ ദാഹം കൊണ്ട് മരിക്കും. ഭയങ്കര ടഫ് അല്ലേ? ആറാമത്തെ വസ്തുത. ചില വിമാനങ്ങളുടെ മുകളിൽ മേഘങ്ങൾക്കിടയിൽ ഒരു തടാകമുണ്ടാകാറുണ്ട്. അതെ, ക്ലൗഡ് ലേക്ക് എന്നാണ് അതറിയപ്പെടുന്നത്. അതിശക്തമായ മഴയോ കൊടുങ്കാറ്റോ ഉണ്ടാകുമ്പോൾ വിമാനത്തിന്റെ ചിറകുകൾക്ക് മുകളിൽ വെള്ളം കെട്ടിക്കിടക്കും. അതൊരു തടാകം പോലെ തോന്നും. വിമാനം ലാൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും രസം. ആ വെള്ളം ഒഴുകിപ്പോകും. ഏഴാമത്തെ വസ്തുത. കോലയുടെ വിരലടയാളം. നിങ്ങൾ വിചാരിക്കും വിരലടയാളം മനുഷ്യർക്ക് മാത്രമാണെന്ന്. പക്ഷെ തെറ്റി. കോലകൾക്കും മനുഷ്യർക്കും ഏതാണ്ട് ഒരേപോലെയുള്ള വിരലടയാളമാണ്. അത്രയ്ക്ക് സാമ്യമുണ്ടെന്ന് വെച്ചാൽ ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ പോലും ആർക്കും വ്യത്യാസം പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എട്ടാമത്തെ വസ്തുത. ചില ആളുകൾക്ക് കരയുമ്പോൾ ചോര വീഴുന്നു. അതൊരു സിനിമയല്ല, ഹീമോലാക്രിയ എന്ന അപൂർവ രോഗമാണിത്. ഇത് സംഭവിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളിലെ രക്തക്കുഴലുകൾ പൊട്ടുമ്പോഴാണ്. ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറച്ചു കേസുകൾ മാത്രം. ഭയാനകമായി തോന്നുമെങ്കിലും ഇത് സാധാരണയായി ദോഷകരമല്ല. പക്ഷേ കണ്ണുനീരിനു പകരം ചോര, അതെത്ര ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒൻപതാമത്തെ വസ്തുത. ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന ജീവി ഏതാണെന്നറിയോ? ആനയോ തിമിംഗലമോ പാമ്പോ? ഇല്ല, അതൊരു ഒച്ചാണ്. ഒരു സാധാരണ തോട്ടിലെ ഒച്ചിന് 3 വർഷം വരെ ഉറങ്ങാൻ കഴിയും. അതെ, 3 വർഷം. പ്രതികൂല കാലാവസ്ഥയിൽ അവ എസ്റ്റിവേഷൻ എന്ന പ്രക്രിയയുടെ കടന്നുപോകുന്നു. അതൊരു തരം ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ തന്നെ വലയും. അവർ 3 വർഷം. 10ാമത്തെ വസ്തുത. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആകാശഗംഗയിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. അതെ, ഒരു ആധുനിക സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ദശലക്ഷക്കണക്കിന് പിക്സലുകളുണ്ട്. ആകാശഗംഗയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം
ഏകദേശം 100 ബില്യൺ. ഒരു 4K ഡിസ്പ്ലേയിൽ ഏകദേശം 8.3 ദശലക്ഷം പിക്സലുകൾ. താരതമ്യത്തിൽ കുറവാണെങ്കിലും നമ്മുടെ കൈപ്പത്തിയിൽ ഒരു ഗാലക്സി ഉണ്ടെന്ന് വിചാരിച്ചാൽ അതൊരു അത്ഭുതം തന്നെയാണ്. കാനഡയിലെ ഏബ്രഹാം ലതത്തിൽ ഐസിനടിയിൽ കുടുങ്ങിയ മീഥെയ്ൻ വാതക കുമിളകളുണ്ട്. അവ കാഴ്ചയിൽ വളരെ മനോഹരമാണ്, പക്ഷെ അവ തീ പിടിപ്പിക്കും. ഒരു തീപ്പൊരി വീണാൽ തടാകം കത്തും. അതുകൊണ്ട് ആരും അവിടെ തീ കത്തിക്കാറില്ല. എന്നിട്ടും അതൊരു പ്രകൃതി വിസ്മയമാണ്. അതെ, പ്രകൃതിയും ശാസ്ത്രവും ഒരിക്കലും നമ്മെ അമ്പരപ്പിക്കുന്നത് നിർത്തുന്നില്ല. ഇതിലേതാണ് നിങ്ങളെ ഏറ്റവും ഞെട്ടിച്ചത്? ഏറ്റവും ഞെട്ടിച്ചു എന്നെഴുതി കമന്റിൽ പറയൂ. കൂടുതൽ അത്തരം വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ.